അഹങ്കാരത്തിന്റെ ഫലം. ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം ഗരുഡനും ആയുധം സുദർശന ചക്രവും ഭാര്യ രുക്മിണി ദേവിയും പരസ്പരം തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് വാദിക്കുകയായിരുന്നു. ഓരോരുത്തർക്കും താനാണ് ഏറ്റവും വലിയവൻ അല്ലെങ്കിൽ വലിയവൾ എന്ന അഹങ്കാരം ഉണ്ടായിരുന്നു. ഗരുഡൻ പറഞ്ഞു, എന്നെക്കാളും വേഗത്തിൽ പറക്കാൻ ആർക്കും കഴിയില്ല. ആ കഴിവുള്ളതുകൊണ്ടല്ലേ ഭഗവാൻ എന്നെ വാഹനമായി തിരഞ്ഞെടുത്തത്. സുദർശന ചക്രം പറഞ്ഞു, ലോകത്തിലെ എല്ലാ ആയുധങ്ങളെക്കാളും ശക്തൻ ഞാനാണ്. എനിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനാവില്ല. രുക്മിണി ദേവി പറഞ്ഞു, എന്നെപ്പോലെ സൗന്ദര്യമുള്ളവൾ വേറെ ആരുണ്ട്? ഞാൻ സാക്ഷാൽ സീതാദേവിയെ പോലെയാണ്. അവരുടെ അഹങ്കാരം കണ്ട കൃഷ്ണൻ മന്ദഹസിച്ചു. അവരുടെ അഹങ്കാരം ഇല്ലാതാക്കാൻ അദ്ദേഹം ഒരു പദ്ധതി തയ്യാറാക്കി. കൃഷ്ണൻ രുക്മിണിയോട് പറഞ്ഞു, പ്രിയേ, നാളെ എന്നെ കാണാൻ ഒരു വിശിഷ്ട അതിഥി വരുന്നുണ്ട്. നീ സാക്ഷാൽ സീതാദേവിയെപ്പോലെ സർവാഭരണ വിഭൂഷിതയായി അണിഞ്ഞൊരുങ്ങണം. പിന്നീട് അദ്ദേഹം ഗരുഡനെ വിളിച്ചു പറഞ്ഞു, ഗരുഡ, നീ വേഗം പറന്ന് കാതങ്ങൾക്കപ്പുറമുള്ള ഗുഹയിൽ തപസ് ചെയ്യുന്ന ഹനുമാന്റെ അടുത്തുപോയി ശ്രീരാമനും സീതാദേവിയും അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുക. അവസാനം അദ്ദേഹം സുദർശന ചക്രത്തോട് പറഞ്ഞു, നാളെ എന്റെ ദർശനം ആർക്കും ലഭിക്കില്ല. എന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തിവിടരുത്. മൂവരും തങ്ങളുടെ ദൗത്യത്തിലേക്ക് തിരിഞ്ഞു. ഗരുഡൻ ഹനുമാന്റെ ഗുഹയിലെത്തി കൃഷ്ണന്റെ സന്ദേശം കൈമാറി. രാമന്റെയും സീതയുടെയും പേര് കേട്ടയുടനെ ഹനുമാൻ ഭക്തിയിൽ ലയിച്ചു. ഗരുഡന് ചിന്തിക്കാൻ പോലും സമയം നൽകാതെ ഹനുമാൻ ദ്വാരകയിലേക്ക് കുതിച്ചു. ഗരുഡന് ഹനുമാന്റെ വേഗത കണ്ട് വിശ്വസിക്കാനായില്ല. തന്റെ വേഗതയെക്കുറിച്ചുള്ള അഹങ്കാരം കാറ്റിൽ പറക്കുന്നതായി അവൻ തോന്നി. ഹനുമാന്റെ വേഗം കണ്ട് ഗരുഡന്റെ അഹങ്കാരമെല്ലാം പോയി. സുദർശന ചക്രത്തിന്റെ അഹങ്കാരവും ഹനുമാൻ ഇല്ലാതാക്കി. കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സുദർശന ചക്രം ഹനുമാനെ തടഞ്ഞു. എന്നാൽ ഹനുമാൻ സുദർശന ചക്രത്തെ ഒറ്റ വിഴുങ്ങലിന് വിഴുങ്ങി. ഹനുമാന്റെ വയറ്റിൽ കിടന്ന സുദർശന ചക്രം തന്റെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഓർത്തുലജിച്ചു. ദ്വാരകയിൽ എത്തിയ ഹനുമാൻ ശ്രീരാമനായി മാറിയ കൃഷ്ണനെയും സീതാദേവിയായി അണിഞ്ഞൊരുങ്ങിയ രുക്മിണിയെയും കണ്ടു. അവൻ രുക്മിണിയെ സംശയത്തോടെ നോക്കി ചോദിച്ചു, പ്രഭു, ഈ സ്ത്രീ ആരാണ്? സീതാമാതാവ് എവിടെ? രുക്മിണിക്ക് ഈ ചോദ്യം കേട്ട് ഞെട്ടലുണ്ടായി. സീതാദേവിയുടെ സൗന്ദര്യത്തോട് തനിക്ക് മത്സരിക്കാനാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഗരുഡൻ തിരികെ ദ്വാരകയിൽ എത്തിയപ്പോഴേക്കും ഹനുമാൻ മടങ്ങിപ്പോയിരുന്നു. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കി ഗരുഡനും സുദർശന ചക്രവും രുക്മിണിയും തലകുനിച്ചു നിന്നു. കൃഷ്ണൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും അസാമാന്യ കഴിവുകളുണ്ട് എന്നത് സത്യമാണ്. എന്നാൽ ഒരിക്കലും അഹങ്കരിക്കരുത്. കാരണം ഈ ലോകത്ത് നിങ്ങളെക്കാൾ കഴിവുള്ളവരും ശക്തരുമായവർ എപ്പോഴും ഉണ്ടാകും. വിനയമാണ് ഏറ്റവും വലിയ ആയുധം.